ഡയമണ്ട് റിംഗ് തന്നെ 9,000 10,000 ഉണ്ട്. ചെറിയൊരു കല്ല് വരുന്നത് ഇല്ലാന്ന് പറയാൻ പറ്റൂ. മറ്റേ ബിഗ് ബോസിൽ പോയിട്ട് അവക്കൊരു മറ്റേടത്തെ കാമുക ഉണ്ടായിരുന്ന എന്റെ വായിന്ന് വേറെ എന്തൊക്കെയാണ് പറഞ്ഞത്. സിയാദ് എന്നെ വിളിച്ചോ പറഞ്ഞത് ആരൊക്കെയോ ജാസ്മിന്റെ കുടുംബക്കാരോ വീട്ടുകാരോ ഒക്കെ വിളിച്ച് സിയാദിനെ തിരക്കുന്നുണ്ട്, ഇടിക്കും അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെയോ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു എന്ന് അറിഞ്ഞത്. എന്റെ പൊന്നടിയ, ഇവിടെ മനുഷ്യന് സമാധാനമില്ല, ഉറക്കമില്ല. ഈ അന്ന് എന്ത് കുറെ വീഡിയോ ചെയ്ത് വെച്ച് പോസ്റ്റ് ചെയ്യുകയും ചെയ്തടാ. അതാണ് മെയിൻ ചെയ്ത തെറ്റ്. അതിപ്പോ കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ കുത്തി പൊങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കേട്ട വോയിസ് എന്ന് വെച്ചാൽ ബിഗ് ബോസ് 6 സീസൺ 6ന്റെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജാസ്മിൻ ജാഫറിന്റെ ആദ്യ കാമുകനായിട്ടുള്ള, മുന്നെയോ അല്ലെങ്കിൽ ഇപ്പം എൻഗേജ് ആയിട്ടുള്ള ആളൊന്നുമല്ല, ആദ്യ കാമുകനായിട്ടുള്ള സിയാദ് ജിന്ന് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഈ സിയാദ് ജിന്നും ഈ പറയുന്ന ജാസ്മിനും തമ്മിൽ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത്, ഓക്കെ, നിങ്ങൾക്ക് സൈഡിലെ വീഡിയോസൊക്കെ കാണിക്കാം, ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയം, അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് അവരുടെ പേരിലൊക്കെ ഒരുപാട് പേജസുകളും അതേപോലെ തന്നെ ജാസ്മിൻ സിയാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫാൻ പേജും അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ നല്ല ഒരു കപ്പിൾ ക്രിയേറ്ററായിട്ട് നിന്ന വ്യക്തികളാണ് ഈ പറയുന്ന സിയാദും ജാസ്മിനും. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ ഇപ്പം കറൻ്റ്ലി ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്തും കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനകത്ത് ജാസ്മിൻ്റെ സ്റ്റോറി പറഞ്ഞ സമയത്ത് എനിക്ക് ആദ്യം ഒരു കാതലൻ ഉണ്ടായിരുന്നു, കാതലൻ ഭയങ്കര കലിപ്പായിരുന്നു, അത് കാരണം അതൊക്കെ വിട്ടിട്ട് പോയി, എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് തന്നെ ഞാൻ ബ്രേക്ക് എടുക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജാസ്മിൻ സിയാദിനെ പറ്റിയിട്ട് ഒരു ഇല്ലാത്ത കഥ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു കഥയെ തുറന്നുകൊണ്ട് ഈ പറയുന്ന ആളുകൾ മുഴുവൻ സിയാദിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തെറിവിളിയും പിന്നെ നീ കാരണമാണ് ആ കൊച്ചിൻ്റെ ലൈഫ് നശിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻറ്റുകളും പിന്നെ പഴയ വീഡിയോസ് കുത്തിപ്പൊങ്ങിയിട്ട് സിയാദിനും സിയാദിൻ്റെ ഫാമിലിക്കും നല്ല രീതിയിൽ മോശമായിട്ട് ഒരു കമൻറ്റുകളും അങ്ങനത്തെ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് സിയാദ് എൻ്റെ സുഹൃത്താണ്, അപ്പോൾ സിയാദ് എന്നോട് പറയുന്നത് ഇങ്ങനെ ഈ കാര്യങ്ങൾ. അപ്പോൾ ഈ സിയാദിൻ്റെ പ്രണയവും ഈ പറയുന്ന വിഷയങ്ങളും എല്ലാം എനിക്ക് മുന്നേ അറിയാവുന്നതായിരുന്നു, നമ്മൾ എവിടെയും ഇതെടുത്തിട്ട് സംസാരിച്ചിട്ടോ ചർച്ചാ വിഷയമാക്കിയിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ ഒരു സാഹചര്യത്തിൽ ഈ ജാസ്മിൻ ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന സമയത്ത് എന്തിനിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഈ പറയുന്ന ജാസ്മിൻ ബിഗ് ബോസിനകത്ത് നിന്നുകൊണ്ട് പറഞ്ഞ പ്രശ്നത്തിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വെളിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ പറയുന്ന സിയാദ് ജിന്നിന് ഇപ്പം തടി നോക്കിയേ പറ്റത്തുള്ളൂ, ഈ പറയുന്ന കണക്ക് അവൻ്റെ കാര്യം നോക്കിയേ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ സിയാദിന് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജാസ്മിൻ പറഞ്ഞ ഇല്ലാത്ത ഒരു കഥയുടെ പേരിൽ. ഇനി അത് ഇല്ലാത്ത കഥയാണോ ഉള്ള കഥയാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് സിയാദിൻ്റെ അടുത്ത് നിന്ന് കേട്ട് മനസ്സിലാക്കാം. അപ്പോൾ സിയാദ് ഗൾഫിലായതുകൊണ്ട് തന്നെ മാത്രമല്ല ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ട് സിയാദിന് കുറേ കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് അസ്ല, ജാസ്മിൻ, ഖൈസ് അങ്ങനെ കുറച്ച് പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഒരു ചർച്ചാ വിഷയം ഉണ്ടായി. ഈ പറയുന്ന കണക്ക് 1 മണിക്കൂറോളമുള്ള ഒരു വീഡിയോ ജാസ്മിൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു തെർത്താത്തയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് വിഷയങ്ങളൊക്കെ ആയി. അതിൽ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരു ഡയമണ്ട് റിങ്ങിൻ്റെ കാര്യം, പിന്നെ അതേപോലെ തന്നെ ടാങ്കോയുടെ കാര്യം, പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഓക്കെ, അന്ന് ഞാൻ ഒന്നിലും അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ പേര് വലിച്ചഴിച്ചുകൊണ്ട് മാത്രമാണ് ഞാനും ഇതിനകത്തോട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ അന്ന് ജാസ്മിൻ ഇട്ട ആ ഒരു വീഡിയോയുടെ അകത്ത് ഒരു കാള് ചെയ്തിട്ട് സിയാദേ സിയു ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു, നീയാണോ എന്നെ വളർത്തിയത്? അപ്പോൾ സിയാദ് പറയുന്നുണ്ട് അല്ല, ഞാനൊന്നും അല്ല നിന്നെ വളർത്താൻ ഞാൻ എൻ്റെ ഉപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സിയാദ് ഇങ്ങനെ സംസാരിക്കുന്നു. ഓക്കെ സിയാദേ, ഓക്കെ ശരി കട്ട് ചെയ്തോ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ കാള് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സിയാദിൻ്റെ വഴിക്ക് പോകുന്നു, ജാസ്മിൻ്റെ വഴിക്ക് പോകുന്നു, ജാസ്മിൻ്റെ സൈഡ് ക്ലാരിഫൈ ചെയ്യുന്നു, വെളുപ്പിക്കുന്നു. പക്ഷേ ഈ അന്നുണ്ടായ കാള് ആ വിളിച്ച സംസാരം പോലും ജാസ്മിൻ മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്ന് ഞാൻ പറയും. കാര്യം ഈ പറയുന്ന സിയാദിനെ വിളിച്ച് സിയാദെ ഞാൻ ഉറങ്ങിയിട്ട് നാളുകളായി, സിയാദെ നീ പറഞ്ഞ കാര്യങ്ങൾ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നീ നിൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞത് കാരണമാണ് ഇപ്പോൾ ഇതെല്ലാം പുറത്തു വന്നത്, പിന്നെ ഈ പറയുന്നതൊക്കെ എനിക്കിനി ജീവിതമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും സിയാദെ, നീയാണ് കാരണം, നീ അത് വന്ന് മാറ്റി പറയണം, ഇങ്ങനെയൊന്നും അല്ല എന്ന് കള്ളം പറയണമെന്ന് പറഞ്ഞ് സിയാദിനെ കൊണ്ട് വിളിപ്പിച്ചാണ്. ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സൈഡിൽ കാണിക്കാം. സിയാദ് ആദ്യം വിളിച്ച് സംസാരിച്ച് തെറ്റി, സിയാദ് നീ പാനിക് ആവരുത്, നീ സമാധാനമായിട്ട് കാര്യങ്ങൾ പറയണം എന്നെല്ലാം പറഞ്ഞ് സിയാദിനെ കൊണ്ട് സംസാരിപ്പിച്ച് ഈ പറയുന്ന കേസിനെ അസ്ലേനെയൊക്കെ കള്ളനാക്കി മാറ്റിയത് ഈ പറയുന്ന ജാസ്മിൻ്റെ കുരുട്ട് ബുദ്ധി മാത്രമാണ്. അപ്പോൾ അതെല്ലാം തെളിയിക്കുന്ന രീതിയിലുള്ള ഏകദേശം ഒരു 18 മിനിറ്റുള്ള ഒരു വീഡിയോ കോള് ഇപ്പോൾ പോയിട്ട് സിയാദ് ഈ പറയുന്ന ജാസ്മിൻ്റെ വീട്ടുകാരുടെ ഇൻ്റർവ്യൂ എടുക്കുന്ന കണക്ക് തന്നെ സിയാദിനൊരു ഇൻ്റർവ്യൂ തരണമെന്ന് പറഞ്ഞു. പോയി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വിദേശത്തായതുകൊണ്ട് ഓൺലൈൻ വഴി സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിൽ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു
സംഭവം മുഴുവനായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടായിരുന്നു, എന്തൊക്കെയാണ് വിഷയങ്ങൾ, ഇത് ആർക്കൊക്കെ അറിയാമായിരുന്നു, ജാസ്മിൻ്റെ ഹിസ്റ്ററിയാണ് ഞാൻ ഇതിലോട്ട് പറയാനായിട്ട് പോകുന്നത്. ഒരിക്കലും പറയേണ്ടെന്ന് ആഗ്രഹിച്ചാണ്. പിന്നെ അന്നത്തെ കേസിൽ ഒരു കാര്യം പറഞ്ഞേക്കാം. അന്ന് ഈ പറയുന്ന കണക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ജാസ്മിൻ സിയാദിനെ വിളിച്ച് പറഞ്ഞ് ഇന്ന് ഈ ഒരു സംസാരത്തോടു കൂടി ഇനി നിൻ്റെ പേര് എവിടെയും വലിച്ചഴക്കത്തില്ല, നിനക്കൊരു ദോഷം ഉണ്ടാവത്തില്ല എന്ന് സിയാദിന് വാക്ക് കൊടുത്തിട്ടാണ് അന്ന് സിയാദ് കണക്ക് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം വീണ്ടും ബിഗ് ബോസിനകത്ത് പോയി സിയാദിനെ പറ്റിയിട്ട് കലിപ്പനേട്ടായി എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് ഇത് വെളിയിൽ കുത്തിപ്പൊക്കി പല അക്കൗണ്ടുകളിലും പല ചാനലുകളിലും ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൈഡിൽ കാണാം, സിയാദിൻ്റെയൊക്കെ ഫേസ് മറച്ചു വെച്ചിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ഇടുന്നുണ്ട് ഓരോ അക്കൗണ്ടുകളിൽ. സോ അപ്പോൾ സിയാദിന് നല്ല രീതിയിൽ അത് നെഗറ്റീവ് ആവുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. പലരും പറയും നെഗറ്റീവ് ഇപ്പോൾ ഉണ്ടായത് കൊണ്ടാണ് സിയാദും കുത്തിപ്പൊങ്ങി പറയുന്നത് എന്നുള്ളത്. അങ്ങനെയല്ല, സിയാദിന് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, ഈ ചർച്ച ഇതോടെ തീരുമെന്ന് പറഞ്ഞ് സിയാദിൻ്റെ അടുത്ത് പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിച്ച് ആ ഒരു വിഷയത്തിനെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പിന്നീട് വീണ്ടും ജാസ്മിൻ കാണിക്കുന്ന ഈ ഒരു വേറെ ഒരു മറ്റേടത്തെ പരിപാടി എന്ന് തന്നെ പറയാം, അതിനുള്ള മറുപടി മാത്രമാണ് ഇപ്പം സിയാദ് വന്നിരിക്കുന്നത്. അല്ല റീച്ച് ഉണ്ടാക്കാനൊന്നുമല്ല. റീച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അന്ന് അസ്ല വിഷയം ഉണ്ടായ സമയത്ത്, അസ്ല കേസ് ജാസ്മിൻ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ഈ പറയുന്ന സിയാദിന് വന്ന് ഒരു പൊട്ടിത്തെറിക്കുന്ന കാര്യം, അല്ലെങ്കിൽ എനിക്കും പറയാനുണ്ട് ചിലതും എന്നൊക്കെ പറഞ്ഞിട്ട് സിയാദിന് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ സിയാദ് ഒന്നും ചെയ്തില്ല. പുള്ളിക്കാരൻ കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തേക്ക് എന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയുന്ന ഒരു വിഷയങ്ങൾക്കും എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സീസിന് ഇന്ന് വരെ വരാത്തൊരു വ്യക്തിയാണ് സിയാദ്. പുള്ളിക്കാരനെ സംബന്ധിച്ചോളം പുള്ളിക്കാരൻ ആൽബം ചെയ്യുന്ന ആളാണ്. ആൽബം പാട്ടൊക്കെ പാടി പിന്നെ ടിക്ടോക്ക് റീൽസൊക്കെ ഇട്ട് അന്ന് നടന്നൊരു വ്യക്തിയാണ്. ഒരുപാട് ആൽബങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സിയാദ്. അന്ന് സിയാദ് ജാസ്മിൻ കോംബോ ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു, അറിയുന്നവർക്കെല്ലാം അറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിലോട്ട് വരാം. നിങ്ങൾ ആ ഒരു വീഡിയോ കോൺഫറൻസ് നമ്മളത് നിങ്ങളൊന്ന് കാണുക. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് എനിക്കൊരു വ്യക്തത കിട്ടിയാൽ മതി. അതായത് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ജാസ്മിൻ പറയുന്നുണ്ടായി കലിപ്പനേട്ടായി നീയാണ് സമ്മതിക്കാതിരുന്നേക്കെ. എനിക്ക് പിന്നെ അതിനൊക്കെ തന്നെ കഴിഞ്ഞൊരു സമയത്ത് അസ്ലയും ജാസ്മിനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് നീ വന്നിട്ട് ആ ഒരു വീഡിയോ കാളിനകത്ത് വന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല ജാസ്മിനെ നിന്നെ വളർത്തിയത് ഞാനാണോ എന്നൊക്കെ പറഞ്ഞ് നീ മാറ്റി ചോദിച്ചിട്ടുണ്ട്. ആ സംഭവം എന്തുവാ അത്? അതിന്റെ ക്ലാരിഫിക്കേഷൻ കിട്ടണം. അതിന് ഞാൻ വ്യക്തമായിട്ട് ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം, മനസ്സിലായില്ലേ? ഞാൻ നാട്ടിലല്ല, എനിക്ക് എന്റെ അവിടെ നിന്നും എന്റെ വീട്ടിൽ നിന്നും കാര്യങ്ങൾ നല്ല പ്രഷറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എന്റെ പറഞ്ഞ് വെറുതെ അവളെ ലൈഫ് ഇല്ലാതാക്കണ്ട അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഞാൻ എന്റെ ഒരു മനസാക്ഷി കൊണ്ട് ഞാൻ പിന്നെ ഇല്ലാന്ന് പറഞ്ഞ് വിട്ടതാണ്. പക്ഷെ അതും എന്റെ ഉണ്ട്, പ്രൂഫ് ഉൾപ്പെടെ എന്റെ ഉണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് വേണ്ടെന്ന് വെച്ച് മിണ്ടാതെ വിട്ട കാരണം വെച്ചാൽ അത് കഴിഞ്ഞപ്പോൾ അവളെ തനി വീണ്ടും എടുത്തോ. അത് തന്നെ ജാസ്മിൻ നിന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയണോ നിന്നെ വിളിച്ച് പറഞ്ഞിട്ടാണോ നീ പറഞ്ഞേ? എന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഈ കാണുന്നൊന്നുമില്ല. ഈ ഒരു ഷെഫീന ബീഗമ അങ്ങനെ കുറച്ച് ലേഡിയൊക്കെ ഇല്ലായിരുന്നു എന്റെ പേരൊക്കെ എടുത്തിട്ട്. അതില് വ്യക്തമായിട്ട് വേറൊരു കാര്യം പറയാനാണെങ്കിൽ റിങ്ങിന്റെ കേസ് ലൈവിൽ അവൾ എന്റെ ചോദിച്ചിട്ടില്ല. ലൈവിൽ എന്റെ ചോദിച്ചിട്ടില്ല. പിന്നെ റിങ്ങിന്റെ കേസ് എല്ലാരും പറയുന്നത് കേട്ടോ 50,000 1 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് കേട്ടു. കേക്കാവോ? കേക്കാം. അത് എത്ര രൂപ റിംഗ് ആയിരുന്നു? അല്ല ജാസ്മിന്റെ സൈഡിൽ നിന്ന് പറയുന്നത് വെറും 50 രൂപ. അങ്ങനെയൊന്നുമില്ലടാ. 50 രൂപ ഒന്നുമല്ല. ബാക്കി ഒരു ചെറിയ കുഴപ്പമില്ലാത്തൊരു ഡയമണ്ട് റിംഗ് തന്നെ 9,000 10,000 ഉണ്ട്. ചെറിയൊരു കല്ല് വരുന്നത് ഇല്ലാന്ന് പറയാൻ പറ്റൂ. ഓക്കെ, ആ ഒരു ലെവലുള്ളത് എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റും. അത് തന്നെ ഞാൻ മേടിച്ച് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു അത് വലിയ ഇതാക്കാതെ തന്നെ ഞാൻ പറഞ്ഞു ശരി നീ 50 രൂപ മോതിരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് കൊറിയർ അയച്ചാ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ന്യായമായിട്ടുള്ള പറഞ്ഞു 50 രൂപ മോതിരം അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവള് വെച്ചിരിക്കുന്നത്? കുഴപ്പമില്ല, എനിക്ക് കൊറിയർ അയച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഇന്നാള് കിലിപ്പ് എന്നൊക്കെ പറയുന്ന അത് ഇന്നാൾ കുറെ പേര് എനിക്കെടുത്ത് അയച്ചത് ഇന്നലെ. നീ എപ്പോഴെങ്കിലും ജാസ്മിനോട് ഞാൻ ജാസ്മിനെ അടിയാവും മെയിൻ കാരണം ഈ ടാങ്കാണ്. ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഈ ടാങ്കാണ് ഞാൻ അവള് മെയിൻ അടിയാവും കാരണം വെച്ചാൽ നീ ഒരു പെണ്ണിന് 1000 രൂപ ചുമ്മാ കൊടുക്കും. ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കട്ടെ, നീ കൊടുക്കും? അല്ല, നീ മാരേജ് ആക്കിയതല്ലേ, നിന്റെ പെണ്ണ് ലൈവ് ഇട്ട് കഴിഞ്ഞാ വേറൊരു ആള് ഒരു 10-20,000 ചുമ്മാ കൊടുക്കുമ്പോ നിനക്ക് ഡൗട്ട് വരൂലേ? ഒരു ജസ്റ്റ് ഉദാഹരണം ഞാൻ പറയുന്നുള്ളൂ. എടാ ഇങ്ങനെ ചോദിച്ചു ഡെയിലി എനിക്ക് ഓരോരുത്തവരെ അടിച്ച് ഓട്ടിക്കണമെന്ന് എന്റെ പരിപാടി. അത് ഒരു ജോക്കർ എന്ന് പറഞ്ഞ ഒരുത്തൻ, അത് കഴിഞ്ഞ് വേറെ ഒരുത്തൻ, അത് കഴിഞ്ഞിട്ട് മുന്നേ ഇവൻ മറ്റേ നോറയാ മറ്റേ അവളില്ലേ ബോസിയുള്ള ഒരു പെണ്ണ് തന്നെ ലേഡി തന്നെ, അവളെ സപ്പോർട്ടർ എന്തോ ആയിരുന്നു. ജാസ്മിന് പയ്യ വലിച്ചോണ്ട് ഇങ്ങോട്ട് വന്നതാ. നോറയുടെ സപ്പോർട്ടർ ആയിരുന്ന മുന്നേനെ ജാസ്മിൻ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നു. അങ്ങോട്ട് വലിച്ചോണ്ട് വന്നു. ഇവളാണെങ്കിൽ കാക്കു എന്ന് പറഞ്ഞ് വിളിച്ച് ബർത്ത്ഡേ സമയത്ത് അളിയ ഓപ്പൺ ആയിട്ട് പറഞ്ഞ അവളെ ബർത്ത്ഡേ അന്ന് ഞാന് അമീന്
പിന്നെ എന്റെ വേറൊരു ആഷിഖ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, പിന്നെ സുലുവിനൊക്കെ അറിയാലോ. നമ്മളെല്ലാം ഒരുമിച്ചാണ് ഇവിടെ വീട്ടിൽ പോയത്. പോയി ഇവൻ ഗിഫ്റ്റ് എല്ലാം അയച്ചു കൊടുത്ത് 2ാമത്തെ ദിവസമായപ്പോ ഞാനും അവളും അടിയായി. ഓപ്പൺ ആയിട്ട് പറഞ്ഞ ആ ദിവസം അടിയാവണമെന്ന് വെച്ചാൽ ഇവൻ ഒരു കുഴപ്പമില്ലാത്ത എന്തോ ഒരു ഗിഫ്റ്റ് എന്തോ അയച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? അത് ഈ സംസാരിച്ചാണ് അടിയായത്. അടുത്ത ദിവസമായപ്പോ തന്നെ അവളെ ഇഷ്ടമില്ല, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കുറെ വന്നു. അതായത് നിന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയി ജാസ്മിനെ. ഓപ്പൺ ആയിട്ട് പറഞ്ഞ അങ്ങനെയാണല്ലോ. ഞാൻ മുന്നേക്ക് ഞാൻ ഇപ്പൊ പുറത്താണ് അറിയാം. ഞാൻ വൈകിട്ട് എത്തിയിട്ട് ഞാൻ മുന്നേ ആ സമയത്ത് ചാറ്റ് അയക്കുക, ആ ഡേറ്റ് ഉൾപ്പെടെ എന്റെ ഉണ്ട്. ആ സമയത്ത് മെസ്സേജും കാര്യങ്ങളും. വേറൊരു കാര്യം, ഈ കാര്യം നിന്റെയും ജാസ്മിന്റെയും കാര്യം ജാസ്മിന്റെ വീട്ടിൽ അറിയാമോ? പിന്നെ അറിയാത്തത് അവളെ ഉമ്മാക്ക് എല്ലാവർക്കും അറിയായിരുന്നല്ലോ. ആ സമയത്ത് അവളെ അത്താക്ക് എന്തോ പുറത്തിറങ്ങാൻ പറ്റിയില്ല. ആൾക്കാരൊക്കെ കാരണം വെച്ചാൽ 2-3 പേരല്ലല്ലോ. ഞാൻ അവളെ ഇഷ്ടംപോലെ വീഡിയോസ് അവിടെ ഇൻസ്റ്റാഗ്രാമില് ഫാൻ പേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്നതാണ്. അപ്പൊ നിന്റെ കാര്യം അവളുടെ അത്താക്കും ഉമ്മാക്കൊക്കെ അറിയായിരുന്നു നിന്റെ കാര്യം? അറിയാമല്ലോ. അപ്പൊ ഈ കാണിച്ചു കൂട്ടുന്ന കള്ളത്തരമല്ലേ അപ്പം ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നേ? പുതിയൊരാൾ വന്നിട്ടുണ്ടല്ലോ, അഫ്സല്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആരെയും കാലം ദേഷ്യം അവളുടെ അടുത്ത് എനിക്ക് നല്ലപോലെ ഉണ്ട്. പക്ഷേ പിന്നെ ഒരു പെണ്ണല്ലേ ജീവിച്ചു പോട്ടെന്നുള്ള ലെവലാണ് ഞാൻ അന്ന് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് വിട്ടത്. അത് ഇട്ട് കഴിഞ്ഞപ്പോഴും എനിക്ക് എന്റെ വേണ്ടപ്പെട്ട അമീന് അങ്ങനെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്. അവനൊക്കെ അന്ന് തെറി വിളിച്ച് പോയിട്ട് ഇന്ന് വരെ എന്റെ അടുത്ത് വന്നിട്ടില്ല. കാരണം വെച്ചാൽ അവന്മാർക്ക് അറിയാം എന്റെ അവസ്ഥ കണ്ടിട്ടുള്ളതാണ് അവന്മാർ. അന്ന് പോയതിനു വന്നിട്ടില്ല. ജാസ്മിൻ ഇഷ്യൂവിനകത്ത് പോലും അന്ന് ജാസ്മിൻ പറഞ്ഞിട്ടാണ് നീ വിളിച്ച് സംസാരിച്ചത്. അന്ന് ആ വീഡിയോ കാള് വെറും ഒരു ഫേക്ക് ആയിരുന്നു. അപ്പം ആ കാള് അല്ലേ എന്റെ വിളിച്ചടാ, ഞാൻ ഇത് ജീവിച്ച് പോട്ടെന്നുള്ള ലെവലിലാണ്. എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല പ്രഷർ ഉണ്ടാടിയാ. ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉമ്മ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒരു പെണ്ണുള്ളതാണ്. മനസ്സിലായില്ലേ? ആ ലെവലിൽ കാണി ഞാൻ പിന്നെ ഞാൻ അന്ന് ഇതേപോലെ റിയാക്ട് ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞ. കാരണം വെച്ചാൽ എനിക്ക് വേണ്ട. ആൾക്കാരെല്ലാം പറഞ്ഞു നീ വീഡിയോ എടുത്തിട്ട് എന്തിനു വീഡിയോ എടുത്തിരുന്ന? അതിന്റെ ആവശ്യം എന്തിനാണ്? ഇവള് ഇതേപോലെ കാണിച്ചിട്ട് എന്റെ ഒരു മനസാക്ഷി കൊണ്ട് ഞാൻ പോട്ടെന്ന് വെച്ച് ഞാൻ അന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോ ആ വീഡിയോ അവള് പോസ്റ്റ് ചെയ്ത് രാത്രിയായപ്പോ അവളെ തനിക്കോണം വീണ്ടും കാണിച്ചു. നീ ചെയ്തതെല്ലാം നിനക്ക് വന്നല്ലോ. ഞാൻ ഇപ്പൊ ഇരുന്ന് ആലോചിക്കുകയാണ്, ഞാൻ ചെയ്തതെല്ലാം എനിക്ക് വന്നല്ലോ. ഞാൻ എന്താണ് ചെയ്തത് അവളുടെ അടുത്ത്? വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിഷയങ്ങളെല്ലാം ഒരു 1.5-2 വർഷം മുന്നേ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ എന്നോട് പറഞ്ഞതൊക്കെ നീ വേറെ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ജാസ്മിൻ എല്ലായിടത്തും പറയുന്നത് ഞാനാണ് ലോകം മൊത്തം. വേറെ ആൾക്കാരുടെ പറയേണ്ട ആവശ്യമില്ല. എന്റെ കൂടെയുള്ള 3/4 പേർക്കും അറിയാം. എല്ലാവരും ഇത് പറയേണ്ട ആവശ്യമില്ല. ആ ടാങ്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കേസിൽ എന്താണ് പ്രശ്നം? അല്ലെ ഞാൻ പച്ചയ്ക്കാണ് ടാങ്ക് ഒന്ന് തെറി വിളിച്ചത്. ജാസ്മിൻ മറ്റുള്ളവർക്ക് പറയുന്നത് നിങ്ങളെല്ലാം കണ്ട ആൾക്കാരാണല്ലോ. ടാങ്ക് ഞാൻ തെറി വിളിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ. ഞാൻ എന്റെ പുതിയ അക്കൗണ്ട് തുടങ്ങി. ആ ടാങ്കൂര് ലൈവ് ഇടുന്നതും പൈസ കൊടുക്കണവന്മാരും എല്ലാ പെണ്ണുങ്ങളെ നിർത്തിയിട്ടാണ് ഞാൻ ചീത്ത വിളിച്ചത്. അവളെ മാത്രമല്ല എല്ലാരെയും വിളിച്ചത്. കാരണം വെച്ചാടാ പുറത്തുനിന്ന് കാണുന്നവന്മാരെല്ലാം വിചാരിക്കും ഇവളുമാര് ചുമ്മാ ലൈവ് ഇട്ട് ഉണ്ടാക്കണ പൈസയാണ്. അല്ലെ അങ്ങനെ അല്ല. നീ ചുമ്മാ ഒരു പെണ്ണിന് കൊണ്ടുപോയിട്ട് 30,000-40,000 കൊടുക്കൂ? ഇല്ല. ഇതാണ് കൊടുക്കുന്നത്. ഇത് കാരണമാണ് അടി ഉണ്ടാവണം. മെയിൻ കാര്യം ഞാൻ ഓരോ ഡെയിലി ഓരോരുത്തന്മാരെ അടിച്ചടിച്ച് ഓടിക്കുന്നതാണ് എന്റെ പരിപാടി. വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ റീൽസ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നീ അല്ലേ ഒരുപാട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത്. ആൽബത്തിന്റെ കേസൊക്കെ ഒരു ആൽബം ഒക്കെ എടുത്തിട്ടില്ലേ നീ? അതാണ് മെയിൻ. ആ നിഹാൽ തൊടുപുര എന്ന് പറഞ്ഞ ഒരുത്തന്നെ എനിക്ക് മെയിനാ കാണുന്നോളിയാ. ഞാൻ അവന്റെ 100 വട്ടം പറഞ്ഞതാണ് ഞാൻ വരുന്നില്ല, നീ പോയിട്ടോ. അന്ന് അവൻ വിളിച്ചോണ്ട് പോയതാണ് ഇവിടെ കാണാൻ മെയിൻ കാരണം. അന്ന് കണ്ടപ്പോഴാണ് ഇവിടെ അടുത്ത് സംസാരിച്ചുള്ള നമ്പർ എല്ലാം മേടിച്ച്. അതാണ് മെയിൻ പ്രശ്നം. അവനാണ് എന്നെ വിളിച്ചോണ്ട് പോയത്. അല്ല, സോഷ്യൽ മീഡിയ അവനെ കാണണമെങ്കിൽ ഫസ്റ്റ് അവനെ ഇടിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഫാൻ പേജിലൊക്കെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലേ? ഞാൻ ഞാൻ ഡിലീറ്റ് ആക്കിപ്പിച്ചു. ഞാൻ ആ സമയത്തുള്ള ടെൻഷൻ കൊണ്ട് ഞാൻ എല്ലാരെയും തെറി വിളിച്ച്. ഞാൻ തന്നെ മിക്കതും ലേഡീസ് ആണ്. കാരണം എന്ന് വെച്ചാൽ അവര് ഒരു ഇഷ്ടം കൊണ്ട് അവർ ചെയ്യുന്നതാണ്. പിന്നെ എന്റെ ഒരു മൈൻഡ് ആ ഒരു സമയത്തായോണ്ട് ഞാൻ തെറി വിളിച്ച് ഡിലീറ്റ് ആക്കിപ്പിക്കുകയാണ് ചെയ്തത് മെയിൻ. നീ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ കേസ് എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് പേരിപ്പം നിനക്കിങ്ങനെ പഴയ വീഡിയോസ് ഒക്കെ പറക്കി ഷെയർ ആക്കുന്നത്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? പഴയ വീഡിയോ അത് ഞാൻ കുറെയൊക്കെ പറഞ്ഞ് ഡിലീറ്റ് ആക്കി വെച്ചു. നമുക്ക് എന്ത്, ഇതെല്ലാം പോസ്റ്റ് ആക്കിയ വീഡിയോസ് ആണ്. കാരണം വെച്ചാൽ അക്കൗണ്ടിൽ പോസ്റ്റ് ആക്കിയ വീഡിയോസ് ആണ്. അതല്ലേ കയറി
ആ സമയത്ത് ഇന്നാള് മുന്നേ എന്തോ സ്റ്റാറ്റസ് ഇട്ടുന്നൊക്കെ കുറെ ആൾക്കാർ ഷെയർ ആക്കുന്നുണ്ടായിരുന്നു. അവൻ എന്താണ് സംഭവം എന്താണ്, അവന് ഇവളെ തന്നെ മതി, ഇങ്ങനെയാണ് മതി, ഞാൻ നിനക്ക് ചാറ്റ് അയച്ചു തരാം. ഞാൻ അന്ന് മുന്നേ എടുത്ത് പറയുകയും ചെയ്തു. ജാസ്മിന്റെ ഉമ്മ അത് എന്നാണ് ഡേറ്റ് ഒന്നും കൂടെ നോക്കിയത്. ഞാൻ ജാസ്മിന്റെ ഞാൻ മുന്നേ എടുത്ത് പറഞ്ഞു, അവളെ ഉമ്മ പറഞ്ഞതിന്റെ പേരിലാണ് നിന്നെ ഒന്നും ചെയ്യാത്തത്. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഓപ്പണായിട്ട് പറഞ്ഞാൽ എന്റെ ചങ്ങായിമാര് എല്ലാരും കൂടി ചേർന്ന് അവനെ ഇൻസ്റ്റയിലും ഇതിലും അതിലും, ജാസ്മിൻ കുറെ നാൾ ഇൻസ്റ്റ ഇല്ലായിരുന്നു എന്നൊക്കെ പറയണായിട്ടില്ലേ. ആ സമയത്ത് ഈ പ്രശ്നമൊക്കെ നടന്ന സമയത്ത് അവള് ഡിലീറ്റ് ആക്കി പോയതാണ് ഈ മുന്നായിട്ടുള്ള സീനൊക്കെ. എന്താ ഒന്നിനെ നമ്പാൻ പറ്റൂല. ഞാൻ പിന്നെ ഞാൻ അന്നും ജാസ്മിനെ നല്ലപോലെ അറിയാം. ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ അവള് നാറുമെന്ന് അറിയാം. കാരണം എന്ന് വെച്ചാൽ ഇവള് പറയണ പോലെ മറ്റേ കോൾ റെക്കോർഡ് എടുത്തിട്ടും മറ്റേത് എടുത്തിട്ടും ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. എന്റെ പ്രൂഫ് ഉൾപ്പെടെ എന്റെ ഉണ്ട്. അത് ജാസ്മിന് നല്ലപോലെ അറിയാം. ഞാൻ പിന്നെ വാ തുറന്നു കഴിഞ്ഞാൽ ഇവളൊക്കെ നാറും. മെയിന നാറാൻ പോണത് ആ മുന്നേ മെയിന നാറെന്ന് വെച്ചാൽ കൺഫേം ഇടുന്നാറും. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ജാസ്മിനുമായിട്ട് നീ അഫെയർ ആവുന്നതിന് മുന്നേ ജാസ്മിന് വേറെ അഫെയർ വല്ലതും ഉണ്ടായിരുന്നോ? ഉണ്ടായിരിക്കും. അവള് ഇപ്പൊ കലിപ്പെന്ന് പറയില്ലേ, ചിലപ്പോ എനിക്ക് എന്റെ ഇതില് ആൾക്കാരെല്ലാം കാണുമ്പോ വിചാരിക്കും ഞാനും അവളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തെടുത്തിരുന്നതല്ലേ. ആ ആൾക്കാർ വിചാരിക്കും ഞാനെന്നേ വിചാരിക്കും. ചിലപ്പോ അവളെ അറിവില് വേറെ ആരെങ്കിലും കാണും. പക്ഷെ എനിക്ക് മുന്നേ അടുത്തുണ്ടായിരുന്നു. അപ്പം അവൻ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. മെയിൻ കേസ് അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ എന്റെ വായൊക്കെ തുറന്നു തന്നെ ജാസ്മിന് നാറും. അവൾ ഇൻസ്റ്റയും കാണൂല, യൂട്യൂബും കാണൂല, ഒന്നും കാണൂല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്നെ കൊണ്ട് തുറപ്പിക്കാതിരിക്കണം അവളെന്നല്ല. ഞാൻ അന്ന് അവളടുത്ത് പറഞ്ഞു, ഞാൻ റിങ്ങിന്റെ കേസോ മറ്റേ കോളിന്റെ കേസ് ഞാൻ പറഞ്ഞു തീർക്കും. ഒരിടത്ത് എന്റെ പേര് നീ ഇനി പറയല്. ഞാൻ അവളടുത്ത് അന്ന് ഞാൻ പറഞ്ഞാണ്, ഒരിടത്ത് നീ എന്റെ പേര് ഇനി പറയല്, എല്ലാം ഇവിടെ വെച്ച് തീർന്നോണെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ഓക്കെ, മറ്റാണ് മറിച്ചാണ്. ഇപ്പൊ മറ്റേ ബിഗ് ബോസിൽ പോയിട്ട് അവക്കൊരു മറ്റേടത്തെ കാമുകം ഉണ്ടായിരുന്ന എന്റെ വായിന്ന് വേറെ എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞതിനെ കൂടി പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ നീ മറ്റേ അസ്ലാറ വിഷയം കണ്ടായിരുന്നല്ല അല്ലേ? അതിലായിരുന്നു ആ ടോക്ക് വന്നതെന്ന്. അസ്ല ജാസ്മിൻ ആയിട്ടുള്ള വിഷയം. ബിഗ് ബോസ് ഒന്നും ഞാൻ കാണുന്നില്ല. ആൾക്കാർ എനിക്ക് ഷെയർ ആക്കി തരണമാണ് കാണുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ അത് തന്നെ. അപ്പൊ ഇതൊക്കെയാണ് മനസ്സിലായല്ലോ, അതിന്റെ സ്വഭാവം മനസ്സിലായല്ലോ. എങ്ങനെ ഞാൻ സഹിച്ചെന്ന് എനിക്ക് തന്നെ അറിഞ്ഞു. അപ്പോ നിന്റെ അടുത്ത് വലിയൊരു ചതിയാണ് കാണിച്ചത് ജാസ്മിൻ. അവള് ഇപ്പൊ മറ്റേ മുന്നേ വിട്ടല്ലോ, എന്തൊക്കെ പറഞ്ഞ് എടുക്കൊണ്ട് പോയതല്ലേ. അല്ല ഇപ്പൊ പുതിയൊരാളാണല്ലോ അഫ്സൽ എന്ന് പറയുന്നത്. ലൈവില് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, നീ ആ ടാങ്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ കണ്ടു തന്നെ പറഞ്ഞു 100-150%. ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലൈവിൽ പോയാണ് ഞാൻ പറഞ്ഞത്. 100-150% അവൻ കെട്ടൂല. അത്രയ്ക്ക് ചുണുണ്ടെങ്കിൽ അവൻ ഇപ്പൊ കെട്ടട്ടോളാം കൺഫേം കാണുക. ഞാൻ അന്ന് പറഞ്ഞു നീ കെട്ടൂല. ഞാൻ ഇന്നും എല്ലാം ഉറപ്പിച്ച് തന്നെ പറയണം, അവൻ കെട്ടൂല എന്ന് എനിക്ക് 100-150% ഉറപ്പുണ്ട്. കാരണം വെച്ചാൽ അവന് മുന്നേ അവനെ പറ്റി കുറെ കാര്യങ്ങൾ ആൾക്കാർ വന്ന് പറയുന്നതാണ്. എനിക്കറിയില്ല, പേഴ്സണലായിട്ട് എനിക്കറിയില്ല കാര്യങ്ങളൊക്കെ. പ്രൂഫും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുമില്ല. ആൾക്കാർ പറയുന്നതാണ് അവര്. അവൻ കെട്ടയൊന്നുമില്ല. അപ്പൊ ഇപ്പൊ പുതിയൊരാളായിട്ടുണ്ട്. ഞാൻ മുന്നേ വിളിച്ച് ഇതാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ അവന്റെ ചോദിച്ചു, നീ പൈസ കൊടുത്ത് മേടിച്ചല്ലേണോ? അപ്പൊ അവൻ എന്റെ അടുത്ത് ആ ഒരു ഡയലോഗ് എന്റെ അടിച്ചിട്ടുണ്ട്. പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കുന്ന അവൻ എന്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അവൻ പറഞ്ഞ കോളില്. അതായത് ടാങ്കോയിന്ന് പൈസ കൊടുത്ത് ജാസ്മിനെ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഞാൻ എന്റെ ദേഷ്യം കൊണ്ട് ഞാൻ പച്ചയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു. ഓപ്പണായിട്ട് പറയല്ല, ഞാൻ പച്ചയ്ക്ക് മുന്നേ വിളിച്ചിട്ട് അവളെ അനാവശ്യമായിട്ട് പറഞ്ഞ് മുന്നേനെ തെറി വിളിച്ച് ഞാൻ 2-3 ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാടാ. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഞാൻ അവന്റെ ചോദിച്ചു, നീ ഇവിടെ പൈസ കൊടുത്തല്ലേടാ മേടിച്ചത്, എത്ര നാൾ നീ കൊണ്ട് ഓട്ടിക്കും? അപ്പൊ അവൻ എന്റെ അടുത്ത് അടിച്ചൊരു ഡയലോഗാണ്, പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും. അല്ല അപ്പൊ ഇപ്പൊ പുതിയൊരാൾ വന്നിട്ടുണ്ടല്ലോ, പുതിയൊരു കഥാപാത്രം അഫ്സൽ എന്ന് പറയുന്ന. ബിഗ് ബോസ് വഴിയൊക്കെ ഓപ്പൺ ആയിട്ടല്ലേ പറഞ്ഞു. എവിടെങ്കിലൊക്കെ കൊണ്ട് കയറിയാൽ മതി എന്നുള്ള ഇതിൽ നിൽക്കുന്നവള്. എവിടെയെങ്കിലും കൊണ്ട് കയറി എന്തായാലും നീ രക്ഷപ്പെട്ടില്ലേ? ആരെങ്കിലൊക്കെ വേണ്ടേ? നീ രക്ഷപ്പെട്ടല്ലോ എന്തായാലും. എന്തോന്നടാ നീ രക്ഷപ്പെട്ടല്ലോ എന്തായാലും. അയ്യോ, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാലോ അതിനെ വേണ്ട. ഞാൻ ഒരു പാവം തോന്നി അന്ന് ചെയ്തപ്പോ അവള് തിരിച്ച് അന്ന് നൈറ്റ് വന്നിട്ട് എനിക്ക് മെസ്സേജ് ഇടുകയാണ്, നീ ചെയ്തതല്ല നിനക്ക് കിട്ടിയല്ലോ. നീ അവക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യമായിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുത്തത് വേറൊരാളാണ്, 25,000 രൂപയുടെ നല്ല ഡ്രസ്സ് ഇടുന്ന അന്നേരമാണെന്ന്. അപ്പൊ ഇവരുടെ ഫാമിലിയെ പറ്റിയും അല്ലെങ്കിൽ അവൾക്ക് എവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയാലും അവൾക്ക് പോകും. എവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയാലും അവൾക്ക് പോകും. പിന്നെ അളിയാ ഇവളെ പോലെ ഇങ്ങനെ കണക്ക് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം വെച്ചല്ലേ പൈസ എത്ര കൊണ്ട് പൊട്ടിച്ച് കളഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. പൈസ എല്ലാം ഇവക്ക് മേടിച്ചു കൊടുത്ത്, അവക്ക് അത് മേടിച്ചു കൊടുത്ത് ഇത് മേടിച്ചു കൊടുത്തൊന്നുമില്ല. മറ്റേ മോതിരത്തിന്റെ കേസ് പറഞ്ഞപ്പോഴേ 50 രൂപ മോതിരം എന്ന് പറഞ്ഞവളാണ് അവള്. മോതിരാണെങ്കിൽ പോലും ഞാൻ ശരി ഞാൻ സമ്മതിക്കുന്നില്ല, 50 രൂപയ്ക്ക് തന്നെ ഞാൻ മേടിച്ചത്. അപ്പൊ അവളുടെ അടുത്ത് തിരിച്ച് കൊറിയർ അയച്ചാൽ ഞാൻ അന്ന് പറയുകയും ചെയ്തു അവളുടെ അടുത്ത്.
എനിക്ക് അയച്ചിട്ടില്ല. ചിലപ്പോ ബിഗ് ബോസ് പോയിന്റ് തിരക്കിലായിരിക്കും അയക്കാത്ത, വന്നിട്ട് തിരിച്ച് അയച്ചു തരുമായിരിക്കും. അല്ല, അപ്പൊ ഇവരുടെ വീട്ടുകാർക്ക് എങ്ങനെയായിരുന്നു അന്നേ? ഇവള് പറയുന്നത് വെറും പാവപ്പെട്ടവരായിരുന്നു, ഒന്നും ഇല്ലാത്തവരായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്തുവാ? അതങ്ങനെയായിരുന്നോ? അത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അളിയാ. കാര്യം എന്ന് വെച്ചാൽ അവളെ വാപ്പ എവിടെന്നൊക്കെയോ കടങ്ങൾ മേടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ്, സമാധാനമില്ല, ഇങ്ങനെയാണ് അങ്ങനെയാണ്. പിന്നെ ഈ ടാങ്കൂല് കേറി ഈ പെണ്ണ്, ഈ ടാങ്കു എന്ന് പറയുന്ന ആപ്പളിയാ നല്ല ആപ്പല്ല അളിയാ. ഞാന് പേഴ്സണലായിട്ട് ആര് ലൈവ് ചെയ്യണതും മറ്റേ പ്രൈവറ്റ് ചാറ്റ് ചെയ്യണതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അളിയാ നല്ല ആപ്പല്ല അളിയാ. നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ നമുക്കുണ്ട്. നമ്മളും ചോറ് തന്നെ തിന്നുന്നത്. പിന്നെ ചോദിക്കണത് ചിലപ്പോ പറയും PK ഇടുന്നോണ്ടാണ് ഇങ്ങനെ കിട്ടണം. അളിയാ ഡെയിലി PK ഉണ്ടാ? ഡെയിലി 30,000-40,000 അയച്ചു കൊടുക്കുക. മറ്റേ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാതെ ആരെങ്കിലൊക്കെ ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കും. മനസ്സിലായി. ഞാൻ അന്ന് അന്ന് എനിക്ക് അത്രയും എന്റെ കിളിയെല്ലാം പറഞ്ഞിട്ട് അന്ന് രാത്രി ഞാനും എന്റെ കൂട്ടുകാരന്മാരെല്ലാം കൂടി ഇന്നൊരു പച്ചയ്ക്ക് തെറിയാണ് വിളിച്ചത്. എല്ലാത്തിനും ഞാൻ ഓപ്പണായിട്ട് പറയാമല്ലോ, തെറിയാണ് വിളിച്ചത്. പച്ചയ്ക്ക് തെറി വിളിച്ച് ഞാൻ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു, മുന്നേനെ ഇവനെ എല്ലാത്തിനും ചേർത്ത് തന്നെ പറഞ്ഞു. അല്ലെ ഡെയിലി ഓരോരുത്തന്മാരെ അടിച്ചടിച്ച് വിടുന്ന പരിപാടിയുടെ എനിക്ക് ആദ്യം ഒരു ജോക്കർ എന്ന് പറഞ്ഞ ഒരുത്തനായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വേറൊരുത്തൻ, അത് കഴിഞ്ഞ് വേറൊരുത്തൻ, അത് 4ാമത്തെ സമയത്താണ് ഇവൻ കയറി ഉറങ്ങുന്നത്. അപ്പൊ ഇത്രയും നാളായിട്ട് ഞാനാണെങ്കിലും നീ ആണെങ്കിൽ പോലും 1000 രൂപ പോലും ഒരുത്തിക്ക് വെറുതെ ആരും കൊടുക്കൂല. മനസ്സിലായി. അപ്പൊ ഇപ്പം എന്തായാലും ഇപ്പൊ ഇത് എന്നോട് പറഞ്ഞു, ഞാനിത് എന്താ റെക്കോർഡ് ചെയ്യുവാണ്. ഞാൻ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ എന്തായാലും എത്തിക്കും. സത്യമായിട്ടുള്ള മുഖം എന്തായാലും ജാസ്മിന്റെ എന്താണെന്നുള്ള എല്ലാം അറിയണം. മാത്രമല്ല അന്ന് കേട്ട ഒരു പേരുദോഷം നിനക്കത് മാറണം. നീ കള്ളത്തരം പറഞ്ഞു എന്നുള്ളത്. അന്ന് എടാ ഇത് എനിക്ക് ഇപ്പൊ നീ ചോദിച്ചതിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ കാര്യം പറയാനേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ എന്തെന്നറിയാം അവിടെയാ സംഭവം. ഞാൻ അന്ന് ഇവിടെ നാറ്റിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് കൺഫേം ആയിട്ട് എനിക്ക് നാറ്റിക്കായിരുന്നു അറിയാം. കാരണം വെച്ചാൽ ഞാനും അവളും തമ്മിൽ കറങ്ങാൻ പോയപ്പോൾ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എന്റെ കയ്യിലും ഉണ്ടായിരുന്നിട്ട് പോലും എനിക്ക് നാറ്റിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോട്ട് ഈ കച്ചറ ഐറ്റം പോട്ടെന്നുള്ള മൈൻഡിലാണ് ഞാൻ ആ സമയത്ത് അവൾ എന്തൊക്കെ പറഞ്ഞെന്നറിയാവോ. കാരണം ഈ മുന്നേ കിട്ടാൻ വേണ്ടി അവൾ എന്തൊക്കെ എന്റെ പറഞ്ഞറിയാവോ. എന്റെ ചോദിച്ച എന്റെ അടുത്തൊരു ഡയലോഗ് അവൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ പിറകെ വീണ്ടും പോയിട്ടും രണ്ടാമത് ഞാൻ അവൾ എന്റെ അടുത്ത് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്, റീച്ചിന് വേണ്ടിയല്ലേ നീ എന്റെ കൂടെ നിൽക്കുന്നത്. അല്ല, വേറെ ഒന്ന് രണ്ടുപേര് പറഞ്ഞു അതിനോട് നീ ജാസ്മിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ടൊക്കെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ടോ? സത്യമാണോ അത്? അത് നമ്മള് സ്നേഹിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും നമ്മള് പോവാതിരിക്കൂലല്ലോ. ഞാൻ അവളുടെ അടുത്ത് കുറെ വട്ടം പോയി. സംഭവം ഇങ്ങനെയാണ്, ഞാൻ ചൂടായത് എന്റെ തെറ്റാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ പോയിട്ടുണ്ട്. സംഭവം എന്ത് പറയാളേ, അവളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാളേ. അവൾക്ക് മറ്റുള്ള ഫീലിങ്സ് ഒന്നും മനസ്സിലാവൂല. ഞാൻ കരഞ്ഞറിഞ്ഞ് പോയിട്ട് പോലും അവൾ ആ സമയത്ത് കാര്യം വെച്ചാൽ വേറെ പെണ്ണ് കിട്ടാത്തൊണ്ടൊന്നും അല്ല, വേണമെന്ന് വെച്ചാൽ വേറെ പെണ്ണ് കിട്ടുകയും ചെയ്യോളെ. പിന്നെ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് നോക്കിയിട്ട് അവളെ പിറകെ പോയപ്പോഴേ അവൾ എന്റെ പറയാണ് റീച്ചിന് വേണ്ടി നിൽക്കില്ല, ആ മുന്നേ കിട്ടാൻ വേണ്ടി റീച്ചിന് വേണ്ടി നിൽക്കുകയല്ലേ എന്ന് എന്റെ ചോദിച്ചാലേ. അതിനുശേഷം ഞാൻ പോയിട്ടില്ല. അല്ലെ ആ സമയത്ത് എനിക്ക് ആവശ്യത്തിന് റീച്ചും കാര്യങ്ങളൊക്കെ കുറച്ച്, വലിയ റീച്ച് അല്ലെങ്കിൽ പോലും ആവശ്യത്തിന് കുഴപ്പമില്ലാത്ത റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ അക്കൗണ്ടൊക്കെ ലൈവ് ഇടുന്ന ആളൊക്കെയാണ് നീ, അറിയാലോ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇടുന്ന. വലിയ റീച്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത റീച്ചൊക്കെ എനിക്ക് ഉണ്ടാളിയാ. പിന്നെ ഇവള് ഈ പറഞ്ഞ ഡയലോഗിന് ശേഷം ഞാൻ പിന്നെ ഒന്നിലും വലിയ ആക്റ്റീവ് അല്ലാണ്. ഞാൻ ഒന്നിലും പിന്നെ ആൽബം ഷൂട്ടിങ്ങിനോ അങ്ങനെ കാര്യങ്ങളായിട്ടൊന്നും പോയിട്ടുമില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വലുതായിട്ടില്ല. സ്റ്റോറി ഇപ്പൊ നീ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ബിഗ് ബോസിനകത്ത് കാണിക്കുന്ന ജാസ്മിൻ റിയൽ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കേട്ടില്ല. ഇപ്പൊ ബിഗ് ബോസിനകത്ത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിന്റെ അഭിനയമാണോ അതോ റിയൽ ആണോ ജാസ്മിന്റെ ഗെയിം? ഒരു അഭിനയമല്ല അളിയാ, അവൾ അത് തന്നെ അളിയാ. മുന്നേ എത്ര വർഷം കൊണ്ടുപോയി അളിയാ, അതെല്ലാം അവളെ അതാണ് അവള് അളിയാ. സീരിയസ് അതാണ് അവള്. ടിക്ടോക്കിൽ മറ്റേ റീൽസിലൊക്കെ മറ്റേ ക്യൂട്ട്നെസ് ഒക്കെ വാരി എറിഞ്ഞ് വോയിസ് ഒക്കെ മാറ്റി സംസാരിക്കുന്ന അതല്ല, ഇതാണ് അവള്. അങ്ങനെയൊക്കെയാണ്. എന്തായാലും സന്തോഷമുണ്ട്, നീ രക്ഷപ്പെട്ടല്ലോ. എനിക്ക് അത് മതി. എന്റെ കൂട്ടുകാരനായിട്ട് നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. ഇതിനൊക്കെ നാറ്റിക്കണമെന്നുണ്ടായിരുന്നു എത്ര നാള് മുന്നേ എനിക്ക് നാറ്റിക്കായിരുന്നു അറിയാം. ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ അവളെയും കാലം മുന്നെന്ന് പറഞ്ഞവനാണ്. എന്റെ കയ്യിൽ നിന്ന് അവൻ കൊണ്ട് പോവുകയും ചെയ്തത്, അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോ അവൻ വിട്ടിട്ട് പോവുകയും ചെയ്തു. അല്ല, അന്ന് എനിക്കിത് മനസ്സിലാവാതിരുന്ന ഒറ്റ കാര്യം, മറ്റേ അസ്ല ജാസ്മിൻ വിഷയത്തിനകത്ത് നീ വന്നിട്ട് പെട്ടെന്ന് ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞൊരു ഡയലോഗ് പറഞ്ഞതാണ്. എടാ നമ്മള് വെറുതെ അവര് വരുമാനം ഉണ്ടാക്കുന്ന, അവളെ വരുമാനമാണോ യൂട്യൂബിൽ നിന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഇനിയിപ്പോ അതും പോരാഞ്ഞിട്ട് അവൾ എന്റെ വന്ന്, ഞാൻ നിനക്ക് ഒരു സ്ക്രീൻഷോട്ടൊക്കെ അയച്ച് കാണിച്ചു തരാം, ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ അവള് പറഞ്ഞു ഉറങ്ങിയിട്ടില്ല, അങ്ങനെയാണ്. നമ്മൾ എന്തായാലും സ്നേഹിച്ച പെണ്ണല്ലേ, നമ്മൾ അതൊക്കെ പറയുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്. എനിക്ക് എത്ര ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് അവളൊന്ന് പറഞ്ഞപ്പോ
ഞാൻ ചെറുതായിട്ടൊന്ന് ഇതായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ ഉറങ്ങിയിട്ടില്ല. അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാരും ഇങ്ങനെയാണ്, കുറ്റം പറച്ചിലാണ്, എനിക്ക് ഒന്ന് ഇത് കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് ഉറങ്ങേണ്ട സിയ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടപ്പോ ഞാനും അങ്ങ് ഇതായിപ്പോയി. പിന്നെ എന്റെ വീട്ടിൽ നിന്നും പറഞ്ഞു വെറുതെ അവളെ ലൈഫ് ഒന്നും ഇല്ലാതാക്കണ്ട എന്നുള്ള ലെവലായോണ്ട് ഞാൻ പിന്നെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിട്ടു. പക്ഷെ അത് കഴിഞ്ഞ് അവള് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോ ലാസ്റ്റ് സമയപ്പോ കറക്റ്റ് സ്വഭാവം കാണിച്ചവള്. നീ ചെയ്തതെല്ലാം നിനക്ക് കിട്ടിയല്ലോ. ഞാൻ അങ്ങനെ പിന്നീട് ഞാൻ തിങ്ക് ആക്കിയാണ്, നീ ചെയ്തതെല്ലാം നിനക്ക് കിട്ടിയല്ലോ. അത് ഞാൻ ഇങ്ങനെ കേട്ട് തിങ്ക് ആയിക്കൊണ്ടിരിക്കുന്ന സമയപ്പോ എന്റെ കൂട്ടുകാർ അമീന് പിന്നെ കുറച്ച് 2-3 കൂട്ടുകാരന്മാര് വന്നിട്ട് തെറി വിളിച്ചു, ഇനി മേലെ നീ എനിക്ക് മെസ്സേജ് ഇടല്. കാരണം വെച്ചാൽ ഞാൻ നിന്ന ഒരു ആ സമയം എല്ലാം അവന്മാർക്ക് നല്ലപോലെ അറിയാം. എന്റെ കൂടെ ഉണ്ടായിരുന്നവന്മാരാണ് അവന്മാര്. എന്തായാലും സത്യങ്ങളെല്ലാം പുറത്തു വരും, നമുക്ക് സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാം. ഓക്കെ, ഈ മുന്നേ എന്തൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും നമുക്ക് ഈ കുറച്ച് സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാം. ഓക്കെ, അപ്പം കാര്യങ്ങൾ നടക്കട്ടെ. ശരി ശരി ശരി. അപ്പോ നിങ്ങൾ ഈ കേട്ടതാണ് സിയാദ് ജിന്നിന്റെ വോയിസ്. അതായത് ജാസ്മിൻ്റെ ആദ്യം അല്ലെന്നാണ് സിയാദ് പറയുന്നത്. അതിനുശേഷമൊക്കെ ഉള്ള ഏതോ ഒരു കാമുകനാണ് ഈ സിയാദ്. അപ്പോൾ എനിക്കറിയാവുന്നിടത്തോളം കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഈ പറയുന്ന ജാസ്മിനെ സോഷ്യൽ മീഡിയയുടെ അകത്ത് കൊണ്ടുവന്ന സമയത്ത്, അതായത് സോഷ്യൽ മീഡിയ വന്ന സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് റീൽസൊക്കെ ഇട്ട് ആ ക്യൂട്ട്നെസ്സൊക്കെ വിതറുന്നതൊക്കെ കാണിച്ച് നേരത്തെ കണ്ട വീഡിയോ കണക്ക് നല്ല രീതിയിൽ കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ആൽബോക്ക് 1-2 ആൽബോക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഒരു റീച്ചൊക്കെ ആയി ഒരു ടാങ്കോ എന്ന് പറയുന്ന ലൈവ് സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ, അത് ഞാൻ ആദ്യം പറയുന്നുണ്ട്, കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, അത് ഏത് രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ലൈവ് സ്ട്രീമിംഗ് ആപ്ലിക്കേഷനുള്ള ടാങ്കോയുടെ അകത്ത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല ആളുകളെ, പൈസയുള്ള ആളുകളെ നോക്കി ഇങ്ങോട്ട് വാ കാക്കൂ കീക്കൂ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഈ പറയുന്ന, നിങ്ങൾ ചിന്തിച്ച് നോക്കണം, പൈസ, അതായത് ഈ പറയുന്ന കോയിൻ എന്ന് പറയുന്ന സാധനത്തൊരു തരം ഡയമണ്ട് എന്തുമാണ്, അത് നമുക്ക് പൈസയായിട്ട് റെഡീം ചെയ്തെടുക്കാം. ഏകദേശം നാട്ടിലെ 30,000 രൂപയൊക്കെയാണ് ഒരു ദിവസം പല ആളുകളും കൊടുക്കുന്നത്. വെറുതെ ആരെങ്കിലും കൊടുക്കുമോ എന്നുള്ളതാണ് സിയാദിൻ്റെ ചോദ്യം. അത് തന്നെയാണ് എൻ്റെയും ചോദ്യം. ഈ വെറുതെ ആരെങ്കിലും വന്നൊരു പെൺകൊച്ചിനെ കാണുമ്പോൾ വന്നാൽ പിടിച്ചോ 30,000 കൊടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ സിയാദ് പറഞ്ഞ കഥ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന മുന്ന എന്ന് പറയുന്ന വ്യക്തി സിയാദിൻ്റെ കയ്യിൽ നിന്നും ജാസ്മിനെ ഒരുപാട് ക്യാഷ് കൊടുത്ത് ഈ പറയുന്ന ജാസ്മിന് സ്വയം ചിന്തിച്ചു, കൊള്ളാം, സിയാദിനെക്കാളും പറ്റിയ ആളാണ് ഈ പറയുന്ന മുന്ന, ഒരുപാട് പൈസയുണ്ട്, മുന്നയോടെ പോവാം എന്ന് കരുതി മുന്നയായിട്ട് വിവാഹമൊക്കെ ഉറപ്പിച്ചു. അതിനിടയ്ക്ക് സിയാദ് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ജാസ്മിനെ തിരിച്ചു തരണം, ഞാൻ എത്ര രൂപ നീ മുടക്കിയിട്ടുണ്ടോ ആ പൈസ മുഴുവൻ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും മുന്ന അതിന് വഴങ്ങിയിട്ടില്ല. കല്യാണം കഴിച്ച് അടങ്ങുമെന്നുള്ള രീതിയിലാണ് മുന്നയും ജാസ്മിനും തമ്മിൽ അടുത്തതും ഈ പറയുന്ന കല്യാണത്തിൻ്റെ വക്കുവരെത്തിയതും. കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു പലർക്കും പലതും വിഷമങ്ങളൊക്കെ വരേണ്ടി വരും. പിന്നെ എന്താണ് മുന്നയായിട്ട് തെറ്റിപ്പോയ കാരണമെന്ന് അറിയത്തില്ല, അതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ടാങ്ക് വഴി മുന്ന ജാസ്മിനെ കറക്കിക്കൊണ്ടുപോയി ഈ പറയുന്ന സിയാദിനെ തേച്ചു, അതാണ് സത്യം. അതിനുശേഷവും സിയാദ് അവ സ്നേഹിച്ചിരുന്ന പെണ്ണല്ലേ എന്നുള്ളൊരു കാരണത്താൽ കഴിഞ്ഞ അസ്ലയുടെ വിഷയത്തിലും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രീതിയിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ കിട്ടി. ജാസ്മിൻ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തനി സ്വഭാവം വീണ്ടും ജാസ്മിൻ സിയാദിനോട് കാണിച്ചു. അപ്പോൾ ഇതുപോലുള്ള ഇരട്ടത്താപ്പ് നയങ്ങളാണ് ഗെയിമിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ സിയാദ് എന്നെ വിളിച്ചത് പറഞ്ഞത്, ആരൊക്കെയോ ജാസ്മിൻ്റെ കുടുംബക്കാരോ വീട്ടുകാരോ ഒക്കെ വിളിച്ച് സിയാദിനെ തിരക്കുന്നുണ്ട്, അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെയോ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു എന്നാണ് അറിഞ്ഞത്. പണ്ട് മോള് ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരുമ്പോൾ അതിൽ പങ്കാളികളായിട്ടുള്ള, അതിൽ ഇടപെട്ടിട്ടുള്ള ആളുകളെയൊക്കെ അടിക്കുമെന്ന് പറയുന്നതാണോ ശരിയായിട്ടുള്ള കാര്യം? അങ്ങനെയുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ മക്കളെ നേരെ വളർത്തണമായിരുന്നു. ഇനി ഇതിന് മുന്നേ ജാസ്മിൻ ഒരു ഇൻ്റർവ്യൂവിൽ ആ വീഡിയോ തന്നെ പറയുന്നുണ്ട്, ഉപ്പ ഭയങ്കര കണിശക്കാരനാണ്, ഒരു ഫോട്ടോ എടുത്താൽ പോലും എന്നെ ആളുകൾ മുമ്പായിട്ട് അടിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സിയാദിൻ്റെ മടിയിൽ തല വെച്ചും സിയാദിൻ്റെ കൂടെ തോളിൽ കുഴഞ്ഞാടിയൊക്കെ കളിക്കുന്ന വീഡിയോസും റീൽസും ഒക്കെ. അപ്പോൾ അതിനൊന്നും വീട്ടുകാർക്ക് പ്രശ്നമില്ലായിരുന്നോ? അതുപോലെ തന്നെ സിയാദ് പറയുന്നുണ്ട് വീട്ടുകാർക്കെല്ലാം ഇത് അറിയാമായിരുന്നു എന്ന്. അപ്പോൾ ആദ്യം സിയാദിന് മുന്നേ ഉള്ളൊരു വിഷയത്തിനെ പറ്റി സിയാദ് പറയുന്നുണ്ട്, അതിനുശേഷം സിയാദിൻ്റെ കേസ് പറയുന്നുണ്ട്, മുന്നക്കാടെ വിഷയം പറയുന്നുണ്ട്, ഇപ്പോൾ ഗബ്രിയുടെ വിഷയം പറയുന്നുണ്ട്. അതിനുശേഷം ഗബ്രി കഴിഞ്ഞിട്ട് ഗബ്രിയുടെ ശേഷം ഞാൻ വീട്ടിൽ വേറെ എൻഗേജ്ഡ് ആണ് എന്ന് പറഞ്ഞ് അഫ്സൽ എന്ന് പറയുന്ന ഒരാളുടെ അഫ്സൂക്ക എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അതിനകത്ത് പറയുന്നുണ്ട്. എത്ര മാത്രം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ വീട്ടുകാർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ആൾറെഡി എൻഗേജ് കഴിഞ്ഞ ആളാണ് എന്നുള്ളത്. അപ്പോൾ എത്ര കാര്യങ്ങളായി?
അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ആളുകളും ശരിയാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു പെൺകുട്ടി കാരണം ഓക്കെ, നിങ്ങൾ പറയുന്നു പെൺകുട്ടിയാണ്, ഈ ആൺകുട്ടികൾക്ക് ജീവിതത്തിന് അല്ലെങ്കിൽ ഈ ലൈഫിനൊന്നും വിലയില്ലേ? ഈ സിയാദിൻ്റെ ഫാമിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷമത്തിന്, ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷന് ആര് വില നൽകും? അപ്പം നമ്മളെങ്കിലും അതിന് കാണിക്കണ്ടേ? ഇതിപ്പോൾ ഒരു വ്ളോഗർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ഈ പറയുന്ന സിയാദിൻ്റെ ഫ്രണ്ടാണ്. വർഷങ്ങളായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയായിരുന്നു. റീച്ചിന് വേണ്ടിയാണെന്നുണ്ടായിരുന്നെങ്കിൽ മുമ്പേ ഞാൻ ഇതെടുത്തിട്ട് അലക്കിയനെ. ഈ കാര്യങ്ങളെല്ലാം ഇനി നിങ്ങളെ കാണിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് തെളിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എടുത്ത് എവിടെ അലക്കിയിട്ടില്ല. നമുക്ക് റീച്ചല്ല ആവശ്യം. നമ്മൾ നേരെ പോകുന്നുള്ള രീതിയിലാണ് പലപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഈ ഒരു അവസരം കിട്ടിയ സമയത്ത് നേരെ തിരിഞ്ഞു കൊത്തുന്ന രീതിയാണ് ഈ പറയുന്ന ജാസ്മിൻ ഇതിനകത്ത് കാണിച്ചത്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സിയാദിന് നല്ല രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്, ഈ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിൻ്റെ സൈഡിൽ നിന്ന്, കുടുംബക്കാരുടെ കൂട്ടുകാരുടെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് കുത്തലുകൾ കേൾക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ സിയാദിനും സത്യങ്ങൾ പറയണമെന്ന് തോന്നി. സിയാദ് എന്നോട് പറഞ്ഞു, ഞാൻ സിയാദിൻ്റെ അനുവാദത്തോടു കൂടി മാത്രം റെക്കോർഡ് ചെയ്ത് ഞാനിത് വീഡിയോ ആക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പല സാഹചര്യങ്ങളിലും പല കാര്യങ്ങളും ഈ പറയുന്ന ജാസ്മിൻ മാനിപ്പുലേറ്റ് ചെയ്താണ് നിങ്ങളെ മുമ്പിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഈ പറയുന്ന ബിഗ് ബോസ് ഷോയുടെ അകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടും മിക്കവാറും ഇതൊക്കെ തന്നെയായിരിക്കും ജാസ്മിൻ്റെ അവസ്ഥ. മാനിപ്പുലേഷൻ. പല കാര്യങ്ങളും ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ഒന്ന് പറയും, അകത്ത് വേറൊന്ന് പറയും, വീട്ടിലൊന്ന് കാണിക്കും, പുറത്ത് വേറൊന്ന് കാണിക്കും. അപ്പോൾ ഈ പറയുന്ന സിയാദിന് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ മുന്നേ, അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ റീച്ചിന് വേണ്ടിയാണ് ഇപ്പോൾ വന്ന് പറഞ്ഞത് എന്ന് ഒരിക്കലും ദയവ് ചെയ്ത് പറയാതിരിക്കുക. കാര്യം റീച്ചിന് വേണ്ടിയായിരുന്നെങ്കിൽ മുന്നേ നമുക്ക് ഇതാകാമായിരുന്നു. ഈ പറയുന്ന സിയാദിനാവാമായിരുന്നു. സിയാദിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, നല്ല പ്രൊഫൈലുണ്ട്, പക്ഷേ അവൻ റീൽസ് കാളൊക്കെ ചെയ്യുന്ന ആളാണ്, ഓൺ വോയിസ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഇത് റീച്ചിന് വേണ്ടിയല്ല, അവൻ ആവശ്യമുള്ള റീച്ച് അവൻ വീഡിയോ ചെയ്ത് അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കണക്ക് സിയാദിന് ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഈ പറഞ്ഞ് തീർക്കാനായിട്ട് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ദിവസം ഈ ജാസ്മിൻ എത്ര ദിവസം നിൽക്കുമെന്ന് അറിയത്തില്ല, മേ ബി 100 ദിവസം നിൽക്കുമായിരിക്കും. ഈ നിൽക്കുന്ന അത്രയും കാലം ഈ പറയുന്ന കഷ്ടപ്പാടുകളെല്ലാം സിയാദ് അനുഭവിക്കണം, സിയാദിൻ്റെ കുടുംബം അനുഭവിക്കണം എന്നാണ് പറയുന്നത്. ഓരോ കമൻറ്റുകളിലുള്ള കുത്തലുകൾ, ഓരോ വീഡിയോസായിട്ടുള്ള കുത്തലുകൾ, പല പേജുകളിലും സിയാദിൻ്റെയും ജാസ്മിൻ്റെയും പോസ്റ്റുകൾ ഇട്ടിട്ടുള്ള കുത്തലുകൾ. ഈ ഒരു കാര്യത്തിൻ്റെ പുറത്ത് മാത്രം എനിക്കറിയാവുന്നതാണ്, അന്ന് ഈ പറയുന്ന അസ്ല ജാസ്മിൻ കേസ് വിഷയത്തിനകത്ത് സിയാദ് വന്ന് ഒരു മാറ്റിപ്പറച്ചിലുണ്ടാക്കി. അതായത് ഈ ജാസ്മിൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവനെ കൊണ്ട് കരഞ്ഞ് കാല് പിടിച്ച് പറയിച്ചു. ഓക്കെ, ആ ഒരൊറ്റ കാരണം കൊണ്ട് സിയാദിൻ്റെ കൂടെ നിന്ന പല കൂട്ടുകാരും സിയാദിന് വിട്ടുപോയി. നീ എന്തിന് കള്ളം പറഞ്ഞു? നിനക്ക് നല്ലൊരു അവസരമായിരുന്നു ജാസ്മിനെതിരെ പറയാനായിട്ട്, എന്നിട്ട് നീ എന്തുകൊണ്ടെന്ന് പറഞ്ഞില്ല? അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം സിയാദ് പറയുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ജീവനാണ്, ലൈഫാണ്, അത് അവൾ ആയിക്കോട്ടെ, ഞാനായിട്ടത് കളയണ്ട, നമുക്കും ഒരു അനിയത്തിയൊക്കെ ഇരിക്കുന്നതാണെന്നുള്ളത്. പക്ഷേ ഒരിക്കലും ജാസ്മിൻ ചിന്തിച്ചില്ല സിയാദിനൊരു ജീവിതമുണ്ട്, സിയാദിനൊരു കുടുംബമുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള ഒരു റിയാക്ഷൻ ആവശ്യമാണ് ജാസ്മിനെതിരെ. അതിപ്പോൾ ജാസ്മിൻ വരുന്നതുവരെ കാത്തിരിക്കാനൊന്നും പറ്റത്തില്ല. ഇനി ജാസ്മിൻ വന്നിട്ട് ഇതിനെതിരെ 100 വീഡിയോ ഇടായിരിക്കും, എങ്കിൽ അതിനെല്ലാം പൊളിച്ചെടുക്കുന്ന 1000 തെളിവുകൾ ഞങ്ങളിലുണ്ട്. ആ 1000 തെളിവുകൾ ഞങ്ങൾ പറക്കിയിടും. അപ്പോൾ ഈ പറയുന്ന നമുക്ക് 1 മില്യൺ ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്നത് ഈ മലയാളികളായിരിക്കുന്നില്ല. ഒരു പെൺകുട്ടി വന്ന് എന്ത് കോപ്രായം കാണിച്ചു കഴിഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്ത് പോകാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഈ 1 മില്യൺ മലയാളികളാണ് ജാസ്മിനെ ഫോളോ ആക്കിയത്, സബ്സ്ക്രൈബ് ആക്കിയത് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല ഭാഷയിൽ നിന്നുള്ള, പല രാജ്യത്തു നിന്നുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ ഈ സൗന്ദര്യം കണ്ട് മാത്രം വന്ന് ഫോളോ ചെയ്യുന്നതും വീഡിയോയുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇത് കണ്ടിട്ട് അട്രാക്റ്റ് ആയിട്ട് വന്ന് ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതും 1 മില്യണിൽ കണക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ശരിയും തെറ്റുകളും മാത്രം മനസ്സിലാക്കി മാത്രം ഒരാളുടെ പിന്നാലെ സഞ്ചരിക്കുക. എൻ്റെ സുഹൃത്തായിട്ടുള്ള സിയാദിൻ്റെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ട് കഴിഞ്ഞ സമയത്തുണ്ടായ വിഷയങ്ങളിൽ അസ്ലയുടെ കാര്യമായാലും കേസിൻ്റെ കാര്യങ്ങളായാലും ഈ പറയുന്ന തെറുത്താത്ത ഇതിൽ സത്യങ്ങൾ തെളിയിക്കാൻ നോക്കിയതാണെങ്കിലും ഒക്കെ പല കാര്യങ്ങളുണ്ട്. ജാസ്മിനെതിരെ പറഞ്ഞ പല കാര്യങ്ങളും സത്യങ്ങളാണ്. പക്ഷേ അതെല്ലാം ജാസ്മിൻ മാനിപ്പുലേറ്റ് ചെയ്തു, തെറ്റാക്കി ഇവർക്കെതിരെ തിരിക്കാൻ ശ്രമിച്ചു. ഈ പറയുന്ന പലരും അസ്ലയെയും കൈസിനെയും കള്ളനാക്കി. അസ്ലയുടെ കയ്യിൽ ശരിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അസ്ല 2 സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിച്ച വോയിസ് റെക്കോർഡ് ചെയ്ത് കാണിച്ച അസ്ലയുടെ തെറ്റാണ്. പക്ഷേ അസ്ല അവിടെയും നേരെയാക്കാൻ നോക്കിയത് എന്താണ് എന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് മറ്റൊരാൾക്ക് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാനാണ് നോക്കിയത്. അതും അസ്ലയെ കുറ്റക്കാരിയാക്കി ജാസ്മിൻ പുറത്ത് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ജാസ്മിൻ്റെ യഥാർത്ഥ സ്വഭാവം. ഇനി ഇതിൻ്റെ പേരിൽ എന്നെയോ പിന്നെ സിയാദിനെയോ ഒന്നും ജാസ്മിൻ്റെ വീട്ടുകാർ ഇടിക്കാനോ അടിക്കാനോ വരണ്ട. നമ്മൾ സത്യങ്ങൾ വിളമ്പിക്കൊണ്ടേയിരിക്കും. സത്യം മാത്രം, നിങ്ങളുടെ മകൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഈ സിയാദ് പറയുന്നത്, സിയാദിൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ മാത്രമാണ് സിയാദ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇത്ര വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ബാക്കി കാര്യങ്ങളും ഇതുമായിട്ടുള്ള ബാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി.